എന്തായാലും വളരെ ആശ്വാസകരമായ ഒരു വാർത്ത തന്നെയാണ്. ഭീതി വിതച്ചിരുന്ന നാട്ടിൽ നരഭോജി കടുവയെ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു. ചത്ത നിലയിലാണ് കണ്ടെത്തിയതെന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. ഇനിയിപ്പോൾ അനീസ് അലി നേരത്തെ പറഞ്ഞതുപോലെ ജാതകം നോക്കേണ്ട എന്നൊക്കെ നമ്മൾ പറയുമെങ്കിൽ പോലും ഈ മൃഗങ്ങളുടെ കാര്യത്തിൽ ഒരു പ്രത്യേക പരിഗണന കൊടുക്കാറുണ്ട്. സ്വാഭാവികമായിട്ടും പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികളിലേക്കൊക്കെ കടക്കാനുള്ള സാധ്യതയുണ്ട്. അതിന്റെ മരണകാരണം കണ്ടെത്താനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരം നടപടികളിലേക്ക് കടക്കുമെന്നാണോ? തീർച്ചയായും ജിൽസി അത് ചോദിച്ചത് കൃത്യമാണ്. കാരണം വനംവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഏതൊരു വന്യമൃഗം നമ്മൾ റോട്ടിൽ ഒരു കുരങ്ങ് ചത്താൽ പോലും അതിന്റെ നടപടിക്രമങ്ങൾ കൃത്യമായി പാലിക്കുകയും എന്താണ് കാരണമെന്ന് അറിയുകയും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കുകയും ചെയ്യും. കടുവയെ സംബന്ധിച്ചിടത്തോളം ദേശീയ മൃഗമാണ്. എന്തായാലും അത് ഗൗരവതരമായ പരിശോധനകൾ അത് സംബന്ധമായി ഉണ്ടാകും. പക്ഷേ ഈ നിമിഷത്തിൽ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വികാരമാണ് ഞാൻ പറഞ്ഞത്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അവർക്ക് കടുവ എന്ന ഭീഷണി അവസാനിച്ചിരിക്കുന്നു എന്നതാണ്. പിന്നെ അത് എങ്ങനെ സംഭവിച്ചു, എന്തൊക്കെയാണ് അതിന്റെ കാരണങ്ങൾ എന്നതൊന്നും അവരെ സംബന്ധിച്ചിടത്തോളം പ്രധാനമല്ല എന്നത് മാത്രമാണ് ഞാൻ സൂചിപ്പിച്ചത്. ഏതായാലും ഇപ്പോൾ ഈ കടുവ ഭീഷണി അവസാനിച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ ഈ അതിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഉണ്ടാകും. അതിന് വനം വകുപ്പിന്റെ അതിനായി സജ്ജീകരിച്ചിട്ടുള്ള സ്ഥലത്തേക്ക് ജഡം മാറ്റും. അതിനുശേഷം പോസ്റ്റ്മോർട്ടം നടപടികൾ ഉണ്ടാകും. അതിലെ കൃത്യമായ പരിക്കുകൾ, അതിന്റെ പ്രായം, അതിന്റെ കടുവയുടെ മറ്റ് സവിശേഷതകൾ, അത് വയനാട് വനം വകുപ്പിന്റെ ഡയറക്ടറിയിലുള്ള കടുവയാണോ, ആണെങ്കിൽ അത് എത്ര പ്രായമുള്ള കടുവ, ആൺകടുവ പെൺകടുവയാണോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇനി വ്യക്തമാകേണ്ടതുണ്ട്. ആദ്യഘട്ടത്തിൽ നമുക്ക് ഇത് ഈ നരഭോജി കടുവ തന്നെയാണോ, മനുഷ്യനെ കൊന്ന കടുവ തന്നെയാണോ എന്ന സ്ഥിരീകരണം ലഭിക്കാനുണ്ടായിരുന്നു. പക്ഷേ അത് ഇപ്പോൾ വനംവകുപ്പ് സ്ഥിരീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു. സ്വാഭാവികമായും അതിന്റെ പ്രാഥമികമായി നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം വനംവകുപ്പിന് നിലവിൽ ലഭ്യമായി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയുള്ളത് പോസ്റ്റ്മോർട്ടം പരിശോധനയാണ്. പോസ്റ്റ്മോർട്ടം നടത്തിയതിനു ശേഷം മാത്രമേ അതിൽ കൃത്യമായി എന്തൊക്കെ പരിക്കുകൾ ഇതിന്റെ മരണകാരണമായിട്ടുണ്ട്, എങ്ങനെയാണ് ഇത് മരിച്ചിട്ടുള്ളത്, ചത്തത് എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇനി വ്യക്തമാകേണ്ടതുണ്ട്. ഏതായാലും വനംവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരു ആക്ഷനിലേക്ക് കടക്കാൻ അവർക്ക് തടസ്സങ്ങൾ ഉണ്ടായിരുന്നില്ല. വനംവകുപ്പ് മന്ത്രി അടക്കം ആ കാര്യത്തിൽ ഉത്തരവിട്ടിരുന്നു. മാത്രവുമല്ല, കഴിഞ്ഞ തവണ ചേർന്ന ഉന്നതതല യോഗത്തിൽ മുഖ്യമന്ത്രി തന്നെ എന്തുകൊണ്ട് നിങ്ങൾ ഇനിയും വെടിവെച്ച് കൊല്ലുന്നില്ല എന്ന തരത്തിലടക്കം പ്രതികരണങ്ങൾ നടത്തി എന്നതടക്കം നമ്മൾ അറിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം ആശങ്കയ്ക്ക് അടിസ്ഥാനമുണ്ടായിരുന്നില്ല. അവർക്ക് കൃത്യമായി ഈ മുന്നോട്ട് പോകാനുള്ള സൂചനകൾ അതിൽ നിന്ന് ലഭ്യമായിരുന്നു. അതുകൊണ്ട് ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം ഈ കടുവയെ പിടികൂടാനുള്ള എല്ലാ നടപടികളും അവർക്ക് വെടിവെച്ച് കൊല്ലണമെങ്കിൽ അങ്ങനെ അതിന് ഇനി മയക്കുവെടിക്കോ അല്ലെങ്കിൽ കൂടുവെക്കാനോ കാത്തിരിക്കേണ്ടതില്ല എന്ന് നേരത്തെ തന്നെ വ്യക്തമായിരുന്നു. അതുകൊണ്ട് തന്നെ വനംവകുപ്പിൽ നിന്ന് അങ്ങനെ അത്തരത്തിലൊരു അനുമതി ലഭിച്ചതോടുകൂടി അവരുടെ എല്ലാ തടസ്സങ്ങളും നീങ്ങിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നോ അല്ലെങ്കിൽ നാളെ ഈ കടുവയെ പിടികൂടാനാകും എന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. വെടിവെച്ച് കൊല്ലാനുള്ള അനുമതി ലഭിച്ചാൽ തന്നെയും ഒരു വലിയൊരു തരത്തിൽ മുന്നോട്ട് പോക്കിന് സാധ്യമാകും. കാരണം ഈ കടുവയെ മയക്കുവെടി വെക്കുക എന്നതും കൂട്ടിൽ കയറ്റുക എന്നതുമാണ് ദുഷ്കരം. മയക്കുവെടി വെക്കുമ്പോൾ തന്നെ അതിന്റെ ജീവൻ അപായപ്പെടാൻ പാടില്ല. അതിന് കൃത്യമായി ആന്റിഡോസ് നൽകേണ്ടതുണ്ട്. ഇത്തരം കാര്യങ്ങളൊന്നും വെടിവെച്ച് കൊല്ലാനുള്ള അനുമതി ലഭിച്ചാൽ പിന്നെ നോക്കേണ്ടതില്ല എന്നതുകൊണ്ട് തന്നെ അത് കുറെ കൂടി എളുപ്പമാണ്. അതുകൊണ്ട് വനംവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം മയക്കുവെടി വെക്കണമെന്നില്ല, ഇതിനെ വെടിവെച്ച് കൊല്ലാം, ഇത് നരഭോജി കടുവയാണ്, ഇനിയും കൊല്ലാത്തത് എന്ത് എന്ന തരത്തിലുള്ള ചോദ്യം ഉന്നതാധികാരത്തിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ അധികാരികളിൽ നിന്ന്, മുകളിൽ നിന്ന്, മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകളിൽ നിന്ന് തന്നെ ലഭിക്കുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം കുറെ കൂടി കാര്യങ്ങൾ എളുപ്പമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആ ദൗത്യമാണോ വിജയം? തീർച്ചയായും അനീസ് അലി, ദൗത്യ സംഘത്തിന് മുന്നിലെ കാര്യങ്ങൾ എളുപ്പമായിരുന്നു. മാത്രമല്ല അവർക്ക് ഈ 2 ദിവസത്തിനകം തന്നെ ഈ കടുവയെ കണ്ടെത്തി കൊല്ലാമെന്നുള്ള ഒരു ആത്മവിശ്വാസവും ഉണ്ടായിരുന്നു, അല്ലേ? അത് തന്നെയാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത് എന്ന് ഈ ഘട്ടത്തിൽ നമ്മൾ സ്ഥിരീകരിക്കുന്നില്ല. കടുവ സ്വയം അതിന്റെ മറ്റു പരിക്കുകൾ കാരണം ചത്തുപോയതാണോ എന്നത് അറിയില്ല. പക്ഷെ ഈ കടുവ അത്തരത്തിൽ എന്തെങ്കിലും പരിക്കുള്ളതായി നേരത്തെ നമുക്ക് ലഭ്യമായ വിവരങ്ങളിൽ ഉണ്ടായിരുന്നില്ല. കടുവ അത്തരത്തിൽ പരിക്കുള്ള കടുവകളാണെങ്കിൽ നേരത്തെ തന്നെ വനംവകുപ്പിൽ നിന്ന് അത്തരം വിവരങ്ങൾ പുറത്തു വരാറുണ്ട്. പക്ഷെ ഈ കടുവ അതിവേഗതയിൽ നമ്മൾ ഒരു സമയത്ത് കാണുന്ന സ്ഥലത്തല്ല പിന്നീട് ഒരു സ്ഥലത്ത് ഈ കടുവയെ കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ വലിയ വേഗതയിൽ സഞ്ചരിക്കുന്നുണ്ടായിരുന്നു കടുവ. മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഒരു മനുഷ്യന് നേരെ, അതായത് ആറാട്ടി അംഗത്തിന് നേരെ ആക്രമിക്കുകയും ചെയ്തു കടുവ. അത് ഒരു മനുഷ്യന്റെ ജീവനെടുത്തതിന് ശേഷവും അത് അതിശക്തിയോടുകൂടി മറ്റൊരു മനുഷ്യന്റെ നേരെ ആക്രമണം നടത്തുന്നതൊക്കെ കണ്ടിരുന്നു. ഈ
ഈ ഘട്ടത്തിൽ എവിടെയും ഒരിക്കലും ഇതെന്തെങ്കിലും തരത്തിൽ ആരോഗ്യ പ്രശ്നമുള്ള കടുവയാണെന്ന് കണ്ടിരുന്നില്ല. അത്തരം ഒരു കടുവയാണ് ഇപ്പോൾ ചത്തിട്ടുള്ളത്. ഇതെന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്നത് ഇനിയും അറിയാനിരിക്കുന്നേ ഉള്ളൂ. വനംവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏതെങ്കിലും തരത്തിൽ തടസ്സങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നത് മാത്രമേ ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയൂ. അവർക്ക് വെടിവെച്ച് കൊല്ലുന്നതിന് തടസ്സങ്ങൾ ഉണ്ടായിരുന്നില്ല. നേരത്തെ പലപ്പോഴും മയക്കുവെടി വെക്കുമ്പോൾ പോലും ഇത് സംബന്ധമായി പല കേസുകളും വെറ്റിനറി സർജൻ നമ്മൾ ഡോക്ടർ അരുൺ സക്കറിയുടെ കാര്യം പറയാറുണ്ട്. അദ്ദേഹത്തിനടക്കം വനംവകുപ്പിന്റെ കേസുകൾ നിലവിലുണ്ട്. മയക്കുവെടി വെക്കുന്നതുമായി ബന്ധപ്പെട്ടും ഈ നിർബന്ധമായും ചെയ്യേണ്ട കാര്യങ്ങളിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ വെച്ച് കേസുകൾ ഉണ്ടാകുന്നത്. അത്തരം കാര്യങ്ങളൊന്നും ഈ വിഷയത്തിൽ ഉണ്ടാവില്ല എന്നാണ്. അവർക്ക് ഈ മയക്കുവെടി വെക്കേണ്ടതില്ല, നേരെ കണ്ട മാത്രയിൽ തന്നെ വെടിവെച്ച് കൊല്ലാം എന്ന അനീസ് അലി, എന്തായാലും വളരെ ആശ്വാസകരമായ വാർത്ത ഈ മണിക്കൂറിൽ വരുന്നു. നരഭോജി കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു. നരഭോജി കടുവയെ മയക്കുവെടി വെച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടായിരുന്നു, അതിനെ ലൊക്കേറ്റ് ചെയ്തിരുന്നു. പക്ഷെ അതിനിടയിലാണ് കടുവ ചത്തത് എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ വനം വകുപ്പിൽ നിന്ന് ഒഫീഷ്യലായി തന്നെ അറിയേണ്ടതുണ്ട്. CCF മാധ്യമങ്ങളെ കാണാനുള്ള സാധ്യതയുമുണ്ട് അല്പസമയത്തിനകം തന്നെ എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും മാനന്തവാടി പഞ്ചാരക്കൊല്ലിക്കാർക്കൊക്കെ വലിയ ആശ്വാസകരമാകുന്ന വാർത്തകളാണ് ഈ മണിക്കൂറുകളിൽ പുറത്തു വരുന്നത്. നരഭോജി കടുവ ആദ്യം രാധ എന്ന സ്ത്രീയെ ആക്രമിച്ചു കൊന്നിരുന്നു. പിന്നീട് RRT അംഗം ജയസൂര്യയെ വരെ ആക്രമിച്ചിരുന്നു. അപ്പോൾ അതിനുശേഷം വലിയ ഭീതിയിലായിരുന്നു പ്രദേശത്തുള്ള ആളുകൾ. ഏത് നിമിഷവും ആക്രമിക്കപ്പെടുമെന്നുള്ളൊരു ഭീതിയിൽ കഴിഞ്ഞിരുന്ന ജനങ്ങളുടെ മുന്നിലേക്ക് ഇന്ന് വളരെ ആശ്വാസകരമായ വാർത്തയാണ് വരുന്നത്. ആ നരഭോജി കടുവ ചത്തിരിക്കുന്നു. നരഭോജി കടുവയെ ചത്ത നിലയിൽ പിലാക്കാവിൽ നിന്ന് തന്നെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. നേരത്തെ ഈ കടുവയെ ലൊക്കേറ്റ് ചെയ്തത് പിലാക്കാവിൽ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ ഈ കടുവ അതേ കടുവയായിരിക്കുമെന്നുള്ള സൂചനകളുണ്ടായിരുന്നു. പിന്നീട് വനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെ ആ കടുവയുടെ ദൃശ്യങ്ങൾ കൂടി ലഭ്യമായിരിക്കുന്നു. കടുവയെ അവർ വലയ്ക്കകത്താക്കി നാട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും കടുവയെ പിടികൂടിയിരിക്കുന്നു എന്നുള്ള ആശ്വാസകരമായ വാർത്ത. ആളുകൾക്ക് ഇനി സ്വസ്ഥമായി സ്വൈര്യമായി പുറത്തിറങ്ങി നടക്കാം. കുട്ടികൾക്ക് സ്കൂളിൽ പോകാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. പലരും പേടിച്ചു പോയിട്ടുണ്ടായിരുന്നില്ല. വനവകുപ്പ് ഏർപ്പെടുത്തിയ പ്രത്യേക വാഹനത്തിലാണ് കുട്ടികളെ വരെ കൊണ്ടുപോയിരുന്നത് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ ഓർക്കണം. അപ്പോൾ എത്രത്തോളം ആ പ്രദേശത്ത് ഒരു ജനതയുടെ തന്നെ സ്വൈര്യ ജീവിതത്തെ ബാധിച്ച ഒരു കടുവയാണ് ഇപ്പോൾ ചത്തിരിക്കുന്നത് എന്നുള്ളത് കൂടെ മനസ്സിലാക്കണം. അതുകൊണ്ട് അങ്ങേയറ്റം ആശ്വാസകരമായ വാർത്ത എന്നുപോലും ഈ വാർത്തയെ തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ദേശീയ മൃഗമായതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് വെടിവെച്ച് കൊല്ലാനുള്ള അനുമതിയൊക്കെ ലഭിക്കേണ്ടിയിരുന്നു. എന്നാൽ ആ അനുമതിയൊക്കെ സർക്കാർ നേരത്തെ തന്നെ നൽകി. കാരണം എത്രത്തോളം ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടുന്നു. കാരണം മാത്രമല്ല വലിയ ജനരോഷം മന്ത്രിമാർ വരെ അറിഞ്ഞതാണ്. കാരണം മന്ത്രി OR കേളുവിന് നേരെ വലിയ ജനരോഷം ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ AK ശശീന്ദ്രന് നേരെ ഇതുമായി ബന്ധപ്പെട്ട് വലിയ ജനരോഷമൊക്കെ ഉണ്ടായിരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും